അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ വീണ്ടും ആഗോള ശ്രദ്ധ നേടുകയാണ്. അധികാരത്തിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ ആശങ്കയുണർത്തുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% വരെ താരിഫ് ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി ട്രൂത്ത് സോഷ്യൽ എന്ന സ്വന്തം പ്ലാറ്റ്ഫോമിലൂടെയാണ് അദ്ദേഹം മുഴക്കിയത്. എന്നാൽ ഈ നീക്കം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും എന്നതിനപ്പുറം അമേരിക്കൻ ഉപഭോക്താക്കൾക്കും തിരിച്ചടിയാകുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതായത് റഷ്യയിൽ നിന്നും ഇന്ത്യ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനെയും ഇന്ത്യയുടെ ഉയർന്ന താരിഫുകളെയും കുറിച്ച് ട്രംപ് വിമർശിച്ചിരുന്നു. ഇന്ത്യയുടെ നിലവിലെ താരിഫുകൾ വളരെ ഉയർന്നതാണെന്നും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം അമേരിക്കയ്ക്ക് ഗുണകരമല്ലെന്നും ട്രംപ് ആരോപിക്കുന്നു. എന്നാൽ ട്രംപിന്റെ ഈ വാദങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഈ നയങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര കമ്പനികളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ചില നയപരമായ ഇളവുകൾ നേടിയെടുക്കാൻ താരിഫുകൾ ഒരു വിലപേശൽ ഉപകരണമായി ഉപയോഗിക്കാറുമുണ്ട്. എന്നാൽ താരിഫുകൾ ചുമത്തുമ്പോൾ അതിന്റെ യഥാർത്ഥ ഭാരം പലപ്പോഴും ഉപഭോക്താക്കൾക്കാണ് അനുഭവപ്പെടുന്നത്. ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾ ഈ അധിക ചെലവ് ഉപഭോക്താക്കളിലേക്ക് കൈമാറും. ഇത് വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും സാധാരണക്കാർക്ക് കൂടുതൽ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുകയും ചെയ്യും. അതായത് ട്രംപിന്റെ 25% താരിഫ് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. ഇനി എന്താണ് ഈ താരിഫുകൾ എന്ന് പരിശോധിക്കാം. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. വ്യാപാര ലോകത്ത് താരിഫുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന നികുതിയാണ് താരിഫ്. ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിന്റെ സർക്കാർ ഈ നികുതി ഈടാക്കുന്നു. ഇത് പ്രധാനമായും 3 തരത്തിലുണ്ട്. പരസ്യ മൂല താരിഫ്, ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിന്റെ ഒരു നിശ്ചിത ശതമാനം നികുതിയായി ഈടാക്കും. രണ്ടാമത്തത് നിർദ്ദിഷ്ട താരിഫ്, ഉൽപ്പന്നത്തിന്റെ വില പരിഗണിക്കാതെ അതിന്റെ അളവിനനുസരിച്ച് ഒരു നിശ്ചിത തുക ഈടാക്കുന്ന രീതിയാണത്. മൂന്നാമത്തേത് സംയുക്ത താരിഫ്. മുകളിൽ പറഞ്ഞ 2 രീതികളും ചേർന്നുള്ള ഒരു താരിഫ് സമ്പ്രദായമാണിത്. ഇന്ത്യയുടെ ശക്തമായ പ്രതികരണം ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു. രാജ്യത്തെ ആഭ്യന്തര കമ്പനികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ന്യായവും സന്തുലിതവും പരസ്പര പ്രയോജനകരവുമായ ഒരു വ്യാപാര കരാറിനായി ഇന്ത്യ അമേരിക്കയുമായി ചർച്ചകൾ തുടരുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇത് ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമായ ഒരു കരാറിലെത്താനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയാണ് കാണിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം കുറഞ്ഞ അളവിലാണെന്ന ട്രംപിന്റെ ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രതികരണം രാജ്യത്തിന്റെ ആഭ്യന്തര താൽപര്യങ്ങളെ സംരക്ഷിക്കുന്നതിലും ഒപ്പം അമേരിക്കയുമായി സൗഹൃദപരമായ ഒരു വ്യാപാര ബന്ധം നിലനിർത്തുന്നതിലും ഊന്നൽ നൽകുന്നു. എന്നാലും ട്രംപിന്റെ ഈ നീക്കം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ആത്യന്തികമായി അമേരിക്കൻ ജനങ്ങൾക്കും തിരിച്ചടിയാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.